ടി.പി. ജയചന്ദ്രൻ മാഷേ, പുതുതായിട്ട് വരാൻ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടിയ ഇനമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ സൈബർ വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പുതിയ ഗവർണറെ നിങ്ങൾക്കറിയില്ല എന്നാണ്. ഒരു ഭീഷണിയാണോ? അരുണേ, വാജ്പേയി വന്ന കാലത്തും നമ്മൾ ഇങ്ങനെ പറഞ്ഞു. പിന്നീട് നമ്മുടെ നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചാരകത്വവും അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളുമൊക്കെയായിരുന്നു അവിടെ ചർച്ച. നമ്മൾ അങ്ങനെ ഒരു വലിയ മുൻവിധിയിലേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന കാലഘട്ടത്തിലും അത്ര അപകടകാരിയൊന്നും ആയിരുന്നില്ല. ഏറെക്കാലം സംസ്ഥാന ഗവൺമെൻറ്റുമായി ഒരുമിച്ചും കൂടിച്ചേർന്നും അദ്ദേഹം പോയിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നാറിയ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിർബന്ധിച്ചപ്പോൾ, സ്വന്തക്കാരെ പിൻവാതിലൂടെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അഴിമതിയും ധൂർത്തും നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഗുണ്ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, നമുക്കൊക്കെ അറിയാം. പലപ്പോഴും ഇത്തരത്തിൽ ആളുകൾ ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ ഭരണഘടനയോട് നീതി പുലർത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് TN ശേഷൻ വന്ന കാലഘട്ടത്തിൽ BJP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന ധാരണകൾ അദ്ദേഹം തിരുത്തി. അതൊരു ഭരണഘടനാ പദവിയായിരുന്നു. ആരുടെയും നെഞ്ചത്ത് കയറി പോസ്റ്റർ ഒട്ടിക്കാമെന്നും പൊതു റോഡിൽ കയ്യേറി ചെയ്യാമെന്നും എന്തും ചെയ്യാമെന്നും മേഖലയിലെ ഒരു സർവകലാശാലയുടെ സെനറ്റിലേക്ക് ഒരു യോഗ്യതയുമില്ലാതെ വിദ്യാർത്ഥികളെ തിരികെ കയറ്റിയതിന്റെ പേരിൽ കോടതിയിൽ നിന്ന് പ്രഹരമേറ്റയാളല്ല TN ശേഷൻ. പക്ഷേ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ അത് സംഭവിച്ചു. കേരള സർവകലാശാലയിലെ സെനറ്റിലെ വിദ്യാർത്ഥി മണ്ഡലിലേക്കുള്ള അദ്ദേഹത്തിന്റെ സെനറ്റിലെ നാമനിർദ്ദേശം മുഴുവനും കോടതി ക്യാൻസൽ ചെയ്തു. അങ്ങനെ സെലക്റ്റീവ് ആവണോ അരുണേ? നമ്മൾ എത്ര അടികൾ തിരിച്ചും കിട്ടിയിട്ടുണ്ട് നോക്കൂ. കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിന് അടി കിട്ടിയിട്ടില്ലേ? മറ്റ് സർവകലാശാലകളുടെ നിയമനത്തിന് അടി കിട്ടിയിട്ടില്ലേ? 5-8 പേരെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ സെലക്റ്റീവ് ആവണോ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കൾ ഈ പറഞ്ഞ മാതിരിയിൽ ഇനി ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല, ധാർമ്മികതയ്ക്കും നീതിക്കും എത്താൻ നാട്ടിൽ കോടതികളില്ലേ? പകരം അദ്ദേഹത്തെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുക, ഗവർണറുടെ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ണൂരിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുക, കുട്ടികളെ വിടുക, പോലീസുകാരെ നോക്കുകുത്തിയാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം പ്രതികരിച്ചിടത്തൊക്കെ നമ്മൾ കോടതിയിൽ പോയി. ഇവിടെയുള്ള വിഷയം എന്താണ്? ഭരണഘടനാപരമായി നിറവേറ്റേണ്ട ബാധ്യത നിറവേറ്റുമ്പോൾ ചിലരത് ചെയ്യണമെന്നും ചിലരത് പാടില്ല എന്ന് ശടിക്കുന്നത് ശരിയാണോ? അതുകൊണ്ടല്ലേ കോടതി അങ്ങനെ അങ്ങ് തർക്കമുണ്ടായാൽ കോടതിയിൽ പോകുമ്പോൾ കോടതി തിരിച്ചടികൾ അതുകൊണ്ടുണ്ടാകുന്നതല്ലേ? ഉന്നത സർവകലാശാലകളിൽ നേരിട്ട് ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എത്തുന്നത് ഗുണകരമായിരുന്നു. ടി.പി. ജയചന്ദ്രൻ മാഷേ, നമ്മൾ കണ്ടതല്ലേ മിഠായി തെരുവിൽ ഗവർണറുടെ പ്രകടനമൊക്കെ. ഗവർണർ മിഠായി തെരുവിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി തിരിച്ച് കാറിലെത്തി രാജ്ഭവനിലേക്ക് മടങ്ങിയില്ലേ? അത് ഈ സംസ്ഥാനത്തിന്റെ സുരക്ഷയെ അടയാളപ്പെടുത്തുന്നതാണെന്നാണ് CPM-ന്റെ വാദം. അല്ല, CPM-ന്റെ വാദമാണോ അരുണിൻ്റെ വാദമാണോ എന്ന് എനിക്കറിയില്ല. കോഴിക്കോട് മിഠായി തെരുവിൽ വിവരം അറിയാൻ തന്നെ സഖാക്കൾ വൈകിപ്പോയതല്ലേ? മാത്രമല്ല, കോഴിക്കോട് മിഠായി തെരുവിൽ അരുണെ CPM-കാരും BJP-കാരും അല്ലാത്ത പൊതുജനമുണ്ട്. അവരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. മിഠായി തെരുവിലെ ജനതയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. മാർക്സിസ്റ്റുകാരുടെ മനോഭാവമായിരുന്നില്ല കോഴിക്കോട്. ജനകീയനാണ് ബീഹാറിലേക്ക് പോകുന്നത് എന്നാണ്. അവിടെ നല്ല ബുദ്ധിയും ദീർഘായുസ്സും വരട്ടെ എന്നാണ് AK ബാലൻ പരിഹസിച്ചത് അഥവാ ആശംസിച്ചത്. അല്ല, ബാലൻ ആരോടൊക്കെയാണ് ആശംസിക്കേണ്ടത്, ആരോടൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ബാലനുണ്ട്. ബാലൻ അത് കണ്ണാടിയുടെ മുമ്പ് പോയിട്ടാണോ പറയേണ്ടത്? ബാലൻ അത് സ്വന്തം പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് വെച്ചാണോ പറയേണ്ടത്? അതൊക്കെ ബാലന് തീരുമാനിക്കാം. ഏതായാലും ബാലനെ അങ്ങനെ ഒരു വലിയ ഉപദേശകനായിട്ട് കേരളം സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിന് മറുപടി പറയേണ്ടത് ഞാനുമല്ല. അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ പ്രകടിപ്പിക്കാൻ ഈ ഭരണഘടനാ പദവിയിൽ ഒരു മനുഷ്യൻ്റെ യാത്രയടുപ്പ് ചടങ്ങിൽ അദ്ദേഹത്തിന് പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രമാണ്. Debate with Dr. Arun Kumar.